ദൈവത്തിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ വചനവുമായിട്ട് പിന്നെയും നമുക്കൊന്നിച്ച് വെള്ളിയാഴ്ച ആയിരിക്കാൻ ദൈവം തരുന്ന സാവകാശത്തിന് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ചൊവ്വാഴ്ച നമുക്ക് എബ്രായ ലേഖനത്തിൽ നിന്ന് ധാരാളം നമുക്ക് വായിക്കാനും പഠിക്കാനുമായിട്ടൊക്കെയുള്ള അവസരം ദൈവം തന്നു. പിന്നെ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന ഏവർക്കും അതൊരു അനുഗ്രഹമായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് നമുക്ക് ചുരുക്കമായിട്ട് ചില ഭാഗങ്ങൾ നമുക്ക് നോക്കാം. മാത്യു ചാപ്റ്റർ 3, മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായം, മാത്യു ചാപ്റ്റർ 13 വേഴ്സ് 3 ഓൺവേർഡ്സ്, 3 to verse 9, 3 തൊട്ട് 9 വരെയുള്ള വാക്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 3 തൊട്ട് 9 വരെയുള്ള വാക്യങ്ങൾ. അവൻ അവരോട് പലതും ഉപമകളായി പ്രസ്താവിച്ചതെന്തെന്നാൽ, വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു, പറവകൾ വന്ന് അതിനെ തിന്നുകളഞ്ഞു. ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്ത ഇടത്തു വീണു. മണ്ണിന് താഴ്ചയില്ലാകയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചാറെ ചൂട് തട്ടി വേർ ഇല്ലാതാകയാൽ അത് ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനടയിൽ വീണു. മുള്ളു മുളച്ച് വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്ത് വീണു. 100, 60, 30 മേനിയായി വിളഞ്ഞു. ചെവിയുള്ളവൻ കേൾക്കട്ടെ. നമുക്ക് ഈ ഒരു ഉപമ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും വളരെ നന്നായിട്ട്, പ്രത്യേകിച്ചും ചർച്ചിലൊക്കെ പോയിട്ടുള്ള എല്ലാ സൺഡേ സ്കൂൾ സ്റ്റുഡൻസ് ആൻഡ് എവ്രിബഡി ഹേർഡ് ദിസ് മെനി ടൈംസ്, അല്ലേ? ധാരാളം പ്രാവശ്യം കേട്ട ഒരു ഉപമയാണ്. ഒരു പക്ഷെങ്കിൽ സൺഡേ സ്കൂളിലൊക്കെ ആണെങ്കിൽ യു മൈറ്റ് ഹാഡ് എ സ്കിറ്റ് ഓൾസോ, റൈറ്റ്? റിമെമ്പർ ദിസ് ബീച്ച് പോനെ വാല? റിമെമ്പർ വി ഹാഡ് ദിസ് സ്കിറ്റ് ഇൻ ദിസ് വൺ, റൈറ്റ്? നമ്മൾ കിളി വന്ന് പറക്കിക്കൊണ്ട് പോകുന്നതൊക്കെ നമ്മൾ പഠിച്ചില്ല. ഒരു പാട്ടൊക്കെ ചെയ്തായിരുന്നല്ലോ സൺഡേ സ്കൂളിൽ, ഓർമ്മയുണ്ടോ? യാ, വി ഹവ് ഡൺ ദാറ്റ്. യെസ്. സോ നമുക്കിതറിയാൻ വയ്യാത്ത ഒരു ഭാഗമേ അല്ല. ഈ ഭാഗം പർട്ടിക്കുലർലി 3 ഇടത്ത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാ? എവിടെയൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? മാത്യു, മാർക്ക്, ലൂക്ക്. 3 ഗോസ്പൽസിലും ഇത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ 3 ഗോസ്പലും എഴുതിയത് ഇവർ 3 പേരും ഒരു ടേബിളിലിരുന്ന് 3 പേരും 3 നോട്ട്ബുക്ക് എടുത്ത് അങ്ങ് എഴുതുമായിരുന്നോ? അല്ല. 3 വ്യത്യസ്ത സ്ഥലത്തിരുന്ന് എഴുതിയ 3 ഗോസ്പൽസിനകത്താണ് ഇത് നമുക്ക് കണ്ടെടുക്കുന്നത്. എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു കാര്യത്തിൻ്റെ ഓത്തൻറ്റിസിറ്റിയാണത് കാണിക്കുന്നത്. അത് ഓത്തൻറ്റിക് ആണെന്നാണ് കർത്താവ് പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ചാണത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം എഴുതിയത് ആർക്ക് വേണ്ടിയാണ് മത്തായിയുടെ സുവിശേഷം എഴുതിയത്? നമുക്കൊരു ലെറ്റർ നമുക്ക് എഴുതുമ്പോൾ, ഒരു ഗോസ്പൽ നമ്മൾ ആർക്കെങ്കിലും എഴുതുമ്പോൾ ഈ പറഞ്ഞതുപോലെ അത് ആർക്കാണ് എഴുതിയത് എന്ന് വെച്ചിട്ടാണ് അതിൻ്റെ കണ്ടൻറ് ഇരിക്കുന്നത്. മനസ്സിലായല്ലോ, റൈറ്റ്? മത്തായിയുടെ സുവിശേഷം ആർക്ക് വേണ്ടി എഴുതിയേ? കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചു, എബ്രായ ലേഖനം ആർക്ക് വേണ്ടി എഴുതിയേ? വന്നവരൊക്കെ എന്ന് പറഞ്ഞാൽ ആർക്ക് വേണ്ടി എഴുതിയേ? ഫോർ ദ പെർസിക്യൂട്ടഡ് ജൂസ് ക്രിസ്ത്യൻസ്, റൈറ്റ്? അതേപോലെ മത്തായിയുടെ സുവിശേഷം ആർക്ക് വേണ്ടി എഴുതി? നോ, യഹൂദന്മാർക്ക് വേണ്ടി എഴുതി. മാത്യൂസ് റിട്ടൺ ഫോർ ജൂസ്. അതുകൊണ്ടാണ് നമ്മൾ മാത്യു 1-ാം അധ്യായത്തിൽ വരുമ്പോഴത്തേക്ക് ജീനിയോളജി തൊട്ടിങ്ങോട്ട് തുടങ്ങുന്നത്. പക്ഷെ മർക്കോസ് എഴുതിയത് ആർക്ക് വേണ്ടിയാ? ജെൻറ്റൈൽസിന് വേണ്ടി, ജാതികൾക്ക് വേണ്ടി എഴുതിയ. ലൂക്കോസ് ആർക്ക് വേണ്ടി എഴുതിയതാ? അതും ജാതികൾക്ക് വേണ്ടി എഴുതിയതാണ്. അപ്പം ഇത് 3 പശ്ചാത്തലം. എന്നാൽ ജോൺ എഴുതിയത് ആർക്ക് വേണ്ടിയാ? വിശ്വാസികൾക്ക് വേണ്ടി എഴുതിയത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു അവിശ്വാസിയുടെ കയ്യിൽ ജോൺ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷെങ്കിൽ ദേ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് മച്ച് ഓഫ് ഇറ്റ്, അല്ലേ? മർക്കോസിന്റെ സുവിശേഷമൊക്കെ എഴുതുന്ന പോലെ. അപ്പോൾ എന്തുകൊണ്ട് നമ്മളിത് മനസ്സിലാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. നമ്മളിവിടെ നിന്ന് കുറച്ച് കഥകൾ പറഞ്ഞേച്ച് പോവുകയല്ല. പ്രിയ സഹോദരങ്ങളെ, ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. I'll tell you one thing. I'm not here to tell you some stories, some new, every വെള്ളിയാഴ്ച ഇവിടെ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുക. there's no fun in it. ഇത് നമ്മളുടെ ജീവിതത്തിൽ പ്രയോജനമാകുന്നില്ല എങ്കിൽ there is no fun. നമ്മുടെ ജീവിതത്തിൽ പ്രയോജനമാകുമ്പോഴാണ് ഇത്. നിങ്ങൾക്ക് ഉറക്കം വരുന്നെങ്കിൽ
അല്പം വെള്ളം കുടിക്കാം. പക്ഷേ എപ്പോഴും വെള്ളം കുടിക്കാൻ പോകേണ്ട ആവശ്യമില്ല. അല്പം വെള്ളം കുടിക്കാൻ നമുക്ക് പോകാം. ഇതൊക്കെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചിരുന്ന് നമുക്ക് കേൾക്കുക. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. എന്തുകൊണ്ടാണ് നമുക്ക് ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ദൈവവചനത്തിൽ പറയുന്ന ഒരു ഭാഗം നമ്മൾ നോക്കുന്നത്, ഈ മർക്കോസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നിടത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തെക്കുറിച്ചാണ്. ബ്രദർ പറഞ്ഞായിരുന്നല്ലോ, ഹൃദയത്തെക്കുറിച്ച് പറഞ്ഞു. കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ഡിബേറ്റ് ചെയ്തെന്ന് എനിക്കറിയാം. ഹൃദയം എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് അല്ലേ. ഞാനത് പിന്നെയും ഞാനത് ക്ലാരിഫൈ ചെയ്തത്, നമ്മുടെ ഫിസിക്കലായിട്ടുള്ള ഹൃദയത്തെക്കുറിച്ചല്ല നമ്മൾ ഈ പറയുന്ന ഹൃദയം എന്ന് നമ്മൾ പറയുന്നത് അല്ലേ. ഹൃദയം എന്ന് പറയുന്നത് നമ്മളുടെ ഇച്ഛാശക്തി, നമ്മളുടെ ഇമോഷൻസ്, നമ്മളുടെ വിൽ, ഇതിനെ എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ദൈവവചനത്തിനകത്ത് എന്ത് പറയുന്നത്, ഹൃദയം എന്ന് നമ്മൾ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മൾ ഈ പറയുമ്പോൾ ഹൃദയം എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു ഹൃദയത്തിന് ഈ പറയുന്ന ഈ ഡപ് 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 എന്ന് ഇടിക്കുന്ന ആ ഒരു ഹൃദയത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഹൃദയം ക്ലീൻ ചെയ്യാമെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോയി നമ്മൾ സ്റ്റെൻ്റൊക്കെ ഇട്ട് ചെയ്യുന്നത് പോലെ നമുക്ക് എന്തെങ്കിലും ചെയ്തതുപോലെ നമ്മൾ ക്ലീൻ ആവുമോ? ഇല്ല. സോ ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് നോട്ട് എ ഫിസിക്കൽ ഹാർട്ട് വി ആർ ടോക്കിംഗ് അബൌട്ട് ഹിയർ. ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നൊരു കാര്യം, ഒരു വിതയ്ക്കുന്നവൻ വിതയ്ക്കാനായിട്ട് കടന്നുപോയി. അപ്പം ഈ ഭാഗത്തിൻ്റെ അർത്ഥവും കർത്താവ് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ നമ്മുടെ രീതിയിൽ വ്യാഖ്യാനിക്കേണ്ട ഒരാവശ്യവും ഇല്ല. കർത്താവ് തന്നെ 3 ഗോസ്പൽസിലും അത് പറഞ്ഞ അർത്ഥങ്ങളുണ്ട്. ഒരു ഇച്ചിരി ക്ലിയർ ആയിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന 8-ാം അധ്യായത്തിൽ അതിൻ്റെ അർത്ഥം നമുക്ക് വേഗം ഒന്ന് വായിച്ചു പോകാം. 8:5 ഇതുവരെയും വായിച്ചിട്ടില്ലാത്ത ഭാഗത്തിൽ നമുക്കൊന്ന് വായിക്കാം. 8:5 വിതയ്ക്കുമ്പോൾ ചിലത് വഴിയേരികെ വീണിട്ട് ചവിട്ടിപ്പോകുകയും ആകാശത്തിലെ പർവ്വജാതി അതിനെ തിന്നുകളയുകയും ചെയ്തു. ഇതേ സെയിം ഭാഗമാണല്ലോ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ എക്സ്പ്ലനേഷൻ താഴോട്ട് പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയുകയാണ്. ഒരു കാര്യം അവിടെ പറയാൻ എന്താണ് ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിലുള്ളൊരു പ്രിൻസിപ്പിൾ ഉണ്ട്. പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒത്തിരി ഉള്ളവന് അവൻ്റെ നിന്ന് എടുത്തിട്ട് ആർക്ക് കൊടുക്കും? പാവപ്പെട്ടവർക്ക് കൊടുക്കും. ലെറ്റ്സ് റീഡ് ദാറ്റ്. അങ്ങനെയാണോ നമുക്ക് നോക്കാം. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം. ലെറ്റ്സ് റീഡ് ദാറ്റ് പോർഷൻ. വേഴ്സ് 11, 11-ാമത്തെ വാക്യം. അങ്ങനെയാണോ നിങ്ങൾ ശ്രദ്ധിച്ച് അത് വായിച്ചിട്ട് പറയണം. വേഴ്സ് 11 വായിച്ചാൽ. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, അവർക്കോ ലഭിച്ചിട്ടില്ല. ഉള്ളവന് കൊടുക്കും, ഉള്ളവന് നിങ്ങൾ എന്തോ പറഞ്ഞേ? ഉള്ളവൻ്റെ എടുത്ത് ഇല്ലാത്തവന് കൊടുക്കുമെന്നല്ലേ പറഞ്ഞേ? അങ്ങനെയല്ലേ പറഞ്ഞേ? പക്ഷെ എന്തോടെ പറഞ്ഞേ? ഉള്ളവന് ഇനിയും കൊടുക്കും. അവൻ എന്ത് വേണം? അവന് സമൃദ്ധി ഉണ്ടാവും. യു അണ്ടർസ്റ്റാൻഡ് ദിസ്? ഓക്കെ, ഇങ്ങനെയാണ് സ്വർഗം വർക്ക് ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കുന്നത് എന്നറിയോ? ഇല്ലല്ലോ എന്നാ, നിങ്ങൾ പൈസ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. പൈസയോ ലോകത്തിലെ കാര്യമൊന്നും അല്ല. അതിനൊന്നും ഈ പറഞ്ഞ പോലെ ഇവിടൊക്കെ അതിന് വിലയുള്ളൂ. മേളോട്ട് ചെല്ലുമ്പോൾ ഇതിനൊന്നും വിലയില്ല. വിലയുള്ള കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഉള്ളവന് എന്തു പറയും? ഇനിയും കൊടുക്കും. അവൻ എന്തുണ്ടാവണം? അബണ്ടൻസ് അല്ലേ, സമൃദ്ധി ഉണ്ടാവണം. താട്ട് വായിച്ചാട്ടെ, വേഗം വായിച്ചേ. ഇല്ലാത്തവനോടോ അവനുള്ളതും. മഹാ കഷ്ടമല്ലേ കർത്താവ് ചെയ്യുന്നത്? ഇല്ലാത്തവൻ്റെ എന്ത് ചെയ്യും? ഉള്ളതൂടെ എടുത്തു കളയും. നമുക്കിത് വളരെ ലോജിക്കായിട്ട് തോന്നുന്നില്ല. പക്ഷെ ദിസ് ഈസ് ഹൗ ഗോഡ് വർക്ക്സ് ഇൻ ദ സ്പിരിച്വൽ ഫീൽഡ്. ദൈവം ഇങ്ങനെ. അപ്പം നമ്മൾ വിചാരിക്കും, എനിക്ക് ബ്രദറെ ആത്മീയമായിട്ടൊന്നുമില്ല. സഹോദര, ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് ഉള്ളവോട് എടുത്തുകൊണ്ട് പോയിക്കോളും. ഇനിയും കർത്താവ് എനിക്ക് ഇനിയും വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് പറഞ്ഞത്, ആത്മാവിൽ ദാരിദ്ര്യമുള്ളവനെ സംബന്ധിച്ചിടത്തോളം ഇനിയും അധികം കിട്ടും. എനിക്കെല്ലാം ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ദാരിദ്ര്യം ഇല്ലാത്ത അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ ഉള്ളതും കൂടെ എടുത്തുകൊണ്ട് പോകും. ആത്മീയ ജീവിതത്തിൽ പല കാര്യങ്ങളും, നിങ്ങൾ മീറ്റിങ്ങിന് വരുന്നത് സന്തോഷം തന്നെ. പക്ഷേ മീറ്റിങ്ങിന് വന്നേച്ച് പോകുമ്പം ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകാൻ കഴിയുന്നില്ലെങ്കിൽ ദർ ഇസ് സംതിങ് വി ഹാവ് ടു തിങ്ക്. എന്താണ് പറ്റിയത്? കർത്താവ് തന്നെ ഉത്തരം പറയുന്നുണ്ട്. നമുക്കതിന് ആരും ഉത്തരം പറയണ്ട. നമുക്ക് ഇത് ആർക്ക് വേണ്ടിയുള്ള മെസ്സേജാണെന്നറിയോ? ആർക്ക് വേണ്ടിയുള്ള മെസ്സേജാ? ഡിസൈപ്പിൾസ് തെറ്റി. ഇത് നമുക്ക് വേണ്ടി. ആർക്ക് വേണ്ടിയാ? എനിക്ക് വേണ്ടി ഞാൻ എടുക്കണം. ഡിസൈപ്പിൾസിനല്ല കേട്ടോ, എനിക്ക് വേണ്ടിയുള്ള മെസ്സേജ് എടുക്കണം. വേറെ ആർക്കും വേണ്ടിയുള്ള എന്തോ ഒരു കുറച്ച് മെസ്സേജ് ആണെങ്കിൽ തെറ്റി, ഒരു കാര്യം ഇതിനകത്തൊന്നും കിട്ടുകയില്ല. പക്ഷേ യു ഹാവ് ടു കൺസിഡർ ഇറ്റ് ഇസ് മൈൻ. ഇസ് ഇറ്റ് ഫോം ഇൻ മൈ ലൈഫ്? ദെൻ ഐ നീഡ് ടു ടേക്ക് ഇറ്റ് മൈ സെൽഫ്. എനിക്കുള്ള മെസ്സേജായിട്ട് ഏറ്റെടുക്കണം. എന്നെങ്കിലും ഞാൻ ഇവിടെ ഇരുന്ന് പറയണം, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയുള്ള മെസ്സേജ് തന്നെ കേൾക്കണേ. സോരാ തെറ്റി. എൻ്റെ കൊച്ചുങ്ങൾക്ക് വേണ്ടിയുള്ള തെറ്റി. ആ സഹോദരന് വേണ്ടിയുള്ള തെറ്റി.
എനിക്ക് വേണ്ടിയുള്ള മെസ്സേജായിട്ട് ഏറ്റെടുത്താൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. മനസ്സിലായല്ലോ? താട്ട് വായിച്ചാട്ടെ, വേഗം വായിച്ചാട്ടെ. അപ്പോൾ നമ്മൾ വായിക്കുന്ന വാക്യത്തിന് ഇങ്ങനെയാണ്. അപ്പം ഞാൻ പറഞ്ഞതല്ല, അവിടെ വായിച്ചാട്ടെ, താട്ട് വായിച്ചോ. അതുകൊണ്ട് അവർ കണ്ടിട്ട് കാണാതെയും കേട്ടിട്ട് കേൾക്കാതെയും ഗ്രഹിക്കാതെയും ഇരിക്കിയാൽ ഞാൻ ഉപമകളാൽ അവരോട് സംസാരിക്കുന്നു. പല സമയത്തും കർത്താവ് പല കാര്യങ്ങളും പറയുമ്പോഴും നമുക്ക് മനസ്സിലാകുന്നില്ല എന്നൊക്കെ ഞാൻ പറയുമ്പോൾ ഞാൻ ദൈവത്തോട്, നിങ്ങളോട് പല പ്രാവശ്യം ഞാനിത് പറഞ്ഞിട്ടുണ്ട്. കർത്താവെ, ഞാനൊരു പൊട്ടനാണെന്ന് പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ അടുക്ക് ചെന്നാൽ കർത്താവ് പറഞ്ഞു തരും. പക്ഷേ എനിക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്നാൽ ഒന്നും പറഞ്ഞു തരത്തില്ല. ദൈവത്തിൻ്റെ അടുക്ക് ചെന്ന് കർത്താവ് എനിക്കറിയത്തില്ല, എൻ്റെ കണ്ണുകളെ തുറക്കണേ, കർത്താവ് സൗഖ്യവാക്കും, വിടുവിക്കും, വെളിച്ചം തരും. എന്നാൽ എല്ലാം അറിയാമെന്നും പറഞ്ഞ് അങ്ങോട്ട് ചെന്നാൽ ഒന്നും കിട്ടിയില്ല. ഓക്കെ, അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇവരുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരുന്നു? അത് യെശയ്യാവിൽ നിന്നുള്ളൊരു കൊട്ടേഷനാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന കൊട്ടേഷനിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, അവർക്കെല്ലാം അറിയാവുന്നുള്ള നിലയിൽ നിന്ന്, അതുകൊണ്ട് എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. ഹിയറിങ് യു വിൽ ഹിയർ ആൻഡ് യു ഷാൽ നോട്ട് അണ്ടർസ്റ്റാൻഡ്, സീയിങ് യു വിൽ സീ ആൻഡ് വിൽ നോട്ട് പെർസീവ്, ഫോർ ദ ഹാർട്ട്സ് ഓഫ് ദീസ് പീപ്പിൾ ഹാവ് ഗ്രോൺ ഡൾ. വേഗം വായിച്ചു 14 വാക്യം, വേഴ്സ് 14. നിങ്ങൾ ചെവിയാൽ കേൾക്കും, ഗ്രഹിക്കയില്ലതാനും, കണ്ണാൽ കാണും, ദർശിക്കയില്ലതാനും ഈ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നു. അവർ ചെവി കൊണ്ട് മന്ദമായി കേൾക്കുന്നു, കണ്ണടച്ചിരിക്കുന്നു. അവർ കണ്ണ് കാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും തിരിഞ്ഞുകൊള്ളാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് തന്നെ എന്ന് യെശയ്യാവ് പറഞ്ഞ പ്രവചനത്തിന് അവരിൽ നിവർത്തി വരുന്നു. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ട വരുന്നത്? 4 കാര്യങ്ങളാണ് കർത്താവ് പറയുന്നത്. 4 types ഓഫ് ഹാർട്ട്. ഹാർട്ടിൻ്റെ 4 കണ്ടീഷനാണ് പറയുന്നത്. 4 കണ്ടീഷൻ. എത്ര കണ്ടീഷനാണ്? 4 കണ്ടീഷൻ. ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് വഴിയരികെ വിതയ്ക്കുന്നത് പോലെയാണ്. വഴിയരികെ വിതയ്ക്കുന്നത് പോലെയാണ്. ബുദ്ധിയുള്ള ഏതെങ്കിലും കർഷകൻ വഴിയരികെ കൊണ്ട് വിതയ്ക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പറയുന്നതായിട്ടുള്ള ദർ ഇസ് എ ടൈപ്പ് ഓഫ് ഹാർട്ട്. നമ്മളുടെ ഒരു വിതയ്ക്കുന്ന നിലം, അല്ലെങ്കിൽ വിതയ്ക്കുന്ന നിലം എന്ന് പറയുന്നത് നമ്മളുടെ ഹൃദയമാണ്. ദൈവം എന്ന് പറയുമ്പോൾ, നമ്മൾ ഹൃദയം എന്ന് പറയുമ്പോൾ നമ്മൾ കൈയൊക്കെ കൊണ്ട് കാണിക്കുന്നെന്ന് എങ്കിൽ പോലും അതൊരു ജസ്റ്റ് ഒരു ഭാഗം മാത്രമല്ല എന്ന് ഞങ്ങൾ പിന്നെ പറയുകയാണ്. പക്ഷേ ആ ഹൃദയത്തിൽ നമ്മുടെ അവസ്ഥയാണ് പറയുന്നത്. നമ്മളുടെ അവസ്ഥ പറയാണ്. ആ അവസ്ഥയെക്കുറിച്ച് കർത്താവ് പറയുന്നത് ഇങ്ങനെ, വേഴ്സ് 12, ലൂക്കോസിന് ശേഷം 8-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം, വേഴ്സ് 11-ഉം 12-ഉം വായിച്ചു. ഉപമയുടെ പൊരുളോ വിത്ത് ദൈവവചനം. വിത്ത് ദൈവവചനം. എന്താ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഈ വിത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നിലയിലുള്ള കൃഷിയൊക്കെ കാണാനായിട്ട് വളർത്തും. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ വളർന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൃഷി കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ സീഡെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു സാധനമാണ്. സാധാരണഗതിയിൽ അത് സ്പെഷ്യലായിട്ട് പ്രിപ്പയർ ചെയ്താണ് അടുത്ത പ്രാവശ്യം വിതയ്ക്കാൻ വേണ്ടി നമ്മൾ വിത്ത് സൂക്ഷിച്ചു വെക്കുന്നത് അല്ലേ? ആ വിത്തിനെ കുറിച്ച് പറയുന്നത് വിത്ത് ദൈവവചനം എന്നാണ് പറയുന്നത്. അപ്പം ആ ദൈവവചനം എന്ന് പറയുമ്പോൾ ഒരു മെസ്സേജ് മാത്രമല്ല. ദൈവവചനം നമുക്ക് എങ്ങനെയൊക്കെ കേൾക്കാം. നമുക്കൊരു പാട്ട് പാടുമ്പോൾ, നമ്മളിപ്പോൾ പാട്ട് പാടിയതിനകത്തൊക്കെ ദൈവവചനം ഉണ്ട്. നമുക്ക് ചിലപ്പോൾ ഒരു വാട്സപ്പ് മെസ്സേജ് ആയിരിക്കും, അതിനകത്ത് പലരും ദൈവവചനം കോട്ട് ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഒരു മെസ്സേജ് കേൾക്കുമ്പോഴായിരിക്കാം, ചിലപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചൊരു പ്രവചന ശബ്ദം കേൾക്കുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു കഥ വായിക്കുമ്പോഴായിരിക്കാം, അല്ലാതെ നമ്മൾ നടന്നു പോകുമ്പോഴായിരിക്കും. ഒരു വ്യക്തിയുള്ള ഒക്കെ നമുക്ക് ദൈവവചനം നമുക്ക് കേൾക്കാൻ ദൈവം ഈ ലോകത്തിൽ അവസരം തരുന്നുണ്ട്. പക്ഷേ ആ കേൾക്കുന്ന ദൈവവചനം വീഴുന്ന ഒരു സ്ഥലമുണ്ട്, അതാണ് നമ്മുടെ ഹൃദയം. ആ ഹൃദയത്തിൻ്റെ കണ്ടീഷൻ അനുസരിച്ചായിരിക്കും ഓരോ അവസ്ഥയ്ക്കും വ്യത്യാസം വരുന്നത്. ഓക്കെ, അപ്പം 4 കണ്ടീഷനായിട്ട് പറഞ്ഞിരിക്കുന്ന: 1 വഴിയരികെ വീണു, 2 പാറസ്ഥലത്ത് വീണു, 3 മുള്ളിൻ്റെ ഇടയിൽ വീണു, 4 നല്ല നിലത്ത് വീണു. അപ്പം 4 സ്ഥലമാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തേത് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? വഴിയരികെ വീണു. വഴിയരികെ വീണ സ്ഥലം, ആ വീണ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗമാണ് വേഴ്സ് 12, 12-ാമത്തെ വാക്യം. വഴിയരികെയുള്ളവർ കേൾക്കുന്നവർ എങ്കിലും അവർ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാതിരിപ്പാൻ പിശാച് വന്ന് അവരുടെ ഹൃദയത്തിൽ നിന്ന് വചനം എടുത്തു കളയുന്നു. അപ്പം ഇവിടെ മനസ്സിലാക്കണം, ഈ ദൈവവചനം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ ജീവനിലേക്ക് കൊണ്ടുവരുവാൻ ഉതകുന്ന വിത്താണ്. 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യം നമുക്ക് വായിക്കാൻ പറയാം. നമുക്ക് രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം ഒരു വിത്താണ് നമ്മുടെ ഹൃദയങ്ങളുടെ ഉള്ളിൽ വീഴുന്നത്. ആ വിത്ത് നമുക്കറിയാം എങ്ങനെയാണ്. ഇഫ് യു റീഡ്, മലയാളത്തിൽ എന്താ ഇരിക്കുന്നത്? ബീജം എന്നുള്ളൊരു വാക്കാണ് മലയാളത്തിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? എങ്ങനെയാണ് ഒരു കുട്ടി ജനിക്കുന്നത് പോലെ
നമ്മുടെ ഹൃദയങ്ങളുടെ ഉള്ളിൽ ദൈവവചനം വീണ് കഴിയുമ്പോൾ ഒരു കുട്ടി ജനിക്കുന്നത് പോലെ ഒരു പുതിയ ജീവൻ ഉണ്ടാകുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ദൈവവചനം വീഴുന്ന ഇടത്തെക്കുറിച്ചാണ് പറയുന്നത്. അതാണ് പറയുന്നത് വചനം എന്ന് പറഞ്ഞത് ഈ പറയുന്നതാണ്, ആ വിത്ത് എന്ന് പറയുന്നതാണ് ദൈവവചനം. ദ വേർഡ് ഈസ് ദ സീഡ് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്, റൈറ്റ്? ആ വചനം നമ്മുടെ ഹൃദയങ്ങളുടെ ഉള്ളിലോട്ട് വീഴുക. അപ്പോൾ വീഴുന്ന സ്ഥലം എങ്ങനെയാണ്? അവർ 4 തരത്തിലുള്ള സ്ഥലമെന്നാണ് കർത്താവ് പറഞ്ഞത്. ഒന്നാമത്തെ സ്ഥലം ഏതാണെന്ന് നമുക്കറിയാം. എങ്ങനെയാണ് അത്? വഴിയരികെ എങ്ങനെയാണോ അതുപോലെയാണ്. പലരുടെയും ഹൃദയം അങ്ങനെയാണ്. ഇപ്പം നമുക്ക് ചോദിക്കാം, കർത്താവേ നമ്മുടെ ഹൃദയം ഒരു വഴിയരികെയുള്ള ഹൃദയം പോലെയാണോ? എന്താ ഈ വഴിയരികെയുള്ള പ്രത്യേകത? എന്താ ഈ വഴിയരികയുടെ പ്രത്യേകത? അവിടെ പല കാര്യങ്ങളും നടക്കും. അവിടെ ക്രിക്കറ്റുകൾ നടക്കും, അവിടെ ഫുട്ബോളുകൾ നടക്കും, അവിടെ ബിസിനസ് നടക്കും, അവിടെ വാർ നടക്കും, അവിടെ പൊളിറ്റിക്സ് നടക്കും, ഇതെല്ലാം നടക്കും അല്ലേ? എല്ലാം നടന്നുകൊണ്ടിരിക്കുക. ആ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അതിനിടെ എൻ്റർടൈൻമെൻറ്റ് നടക്കും, പരിപാടികളൊക്കെ നടക്കും, അവിടെ പഠിത്തം നടക്കും, ഒക്കെ നടക്കും. അതിൻ്റെ നടുക്ക് ഒരു വചനം അങ്ങോട്ട് വരിക. അതിന് സ്ഥലമൊന്നുമില്ല, അതിന് സ്ഥലമില്ല. അപ്പോഴത്തേക്കും ഒരു പറവ ഇങ്ങോട്ട് വന്നിട്ട് ഈ വചനം എടുത്തുകൊണ്ടങ്ങ് പോവുക. ഈ പറവ ആരാണ്? പിശാച്. അതവിടെ കിളിക്കാതെ വണ്ണം, അത് പ്രയോജനപ്പെടാതെ വണ്ണം ആ വചനം എടുത്തുകൊണ്ട് പോയാൽ. അതുകൊണ്ടാണ് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ എഴുതിയപ്പോൾ അവിടെ പറയുകയാണ് അവർ രക്ഷിക്കപ്പെടാതിരിക്കേണ്ടതിന്. ഓക്കെ, മത്തായിയുടെ സുവിശേഷം എഴുതിയപ്പോൾ രക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ചല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നു? ആ വാക്യം ഒന്ന് വായിച്ച മാത്യു ചാപ്റ്റർ 13. അവിടെ കർത്താവ് അതിൻ്റെ ഉദാഹരണം പറഞ്ഞ അതിൻ്റെ അർത്ഥം പറഞ്ഞത് 10-ാമത്തെ വാക്യം verse 19. What was sown in has the wicked ones, and this is he who received the seed by the wayside. So he says he does not understand it. The word of the kingdom, when anyone hears the word of the God and word of the kingdom and he does not understand it. Okay? അപ്പം അതാ ഞാൻ ഈ പറയുന്നത്, ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും രണ്ടും ഒരേ കാര്യമാണ് എഴുതിയിരിക്കുന്നെങ്കിലും 2 ഓഡിയൻസിനാണ് അത് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് 2 കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത്. അവരോട് പറയാണ്, ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ വന്ന് ചിലരെ രക്ഷിക്കപ്പെടുവാനായിട്ട് പ്രാപ്തരാകുന്നില്ല. അതിനു മുമ്പേ ആരെടുത്തോണ്ട് പോകുന്നു? പിശാച് എടുത്തോണ്ട്. ബിക്കോസ് ദ ഹാർട്ട് ഇസ് ക്രൗഡഡ് വിത്ത് ലോട്ട് ഓഫ് തിങ്സ്, പല കാര്യങ്ങളാലും നിറഞ്ഞ് ഒരു വഴിയരികെ നിന്ന് പോകുന്ന. പക്ഷേ രക്ഷിക്കപ്പെട്ട ദൈവമക്കളോടാണല്ലോ ഞാനിപ്പോൾ സംസാരിക്കുന്നത്. അങ്ങനെയുള്ളവർ സംസാരിക്കുമ്പോൾ അവിടെ പറയാണ്, ദ വേർഡ് ഈസ് നോട്ട് കമ്മിങ് ടു ആൻ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ. മനസ്സിലാകുന്നുണ്ടോ? അതാണ് മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചത്. ഹി ഡസ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. നിങ്ങൾ ദൈവവചനം കേട്ടിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ ദയവ് ചെയ്ത് അവിടെ അന്ന് പോകുന്നതിന് മുമ്പേ ആ പ്രസംഗിച്ച ആളോട് ചോദിക്കണം, എൻ്റെ പൊന്നു സഹോദരാ, ഈ പറഞ്ഞൊന്നും മനസ്സിലായില്ല. നിങ്ങൾ അതുകൊണ്ടൊന്നും പ്രയാസം വിചാരിക്കരുത്. ഇനിയും സിമ്പിളാക്കണമെങ്കിൽ ആക്കാം. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? ദയവ് ചെയ്ത് ചോദിക്കണം, മനസ്സിലാകുന്നില്ല, എന്താ പറഞ്ഞേ, എന്തിനെക്കുറിച്ചാണ് പറഞ്ഞേ, ചില കാര്യങ്ങൾ മനസ്സിലായില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ദൈവവചനം, ഇനി പ്രസംഗത്തിൻ്റെ കാര്യമല്ല, ഒക്കെയാണെന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും നമ്മൾ അത് മനസ്സിലാകുന്നില്ല എങ്കിൽ you have to understand your condition is exactly the first case. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കണ്ടീഷൻ എന്താണ്? ഫസ്റ്റ് കേസ് എന്താണ്? wayside heart, no understanding. read God's word, no understanding. പല കാര്യത്തെക്കുറിച്ചും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ല. പല കാര്യങ്ങളോട് ചോദിക്കുമ്പോൾ sometimes you get surprised. പല ഉത്തരങ്ങൾ കേൾക്കുമ്പോഴും you get surprised. ഇത്രയും വർഷമായിട്ട് നിങ്ങൾ ഈ സുവിശേഷമൊക്കെ കേട്ടതല്ലേ, ഇത്രയും വർഷമായിട്ട് നിങ്ങൾ ഇതൊക്കെ അറിഞ്ഞല്ലേ എന്ന് കേൾക്കുമ്പോൾ ഇതെന്തേ ഒരു അണ്ടർസ്റ്റാൻഡിങ് ലെവലിലോട്ട് വരാഞ്ഞേ? ദ റീസൺ വൈ, ദ ഫസ്റ്റ് കേസ്. വാട്ട് ഇസ് ദ ഫസ്റ്റ് കേസ്? ഹാർട്ടിൻ്റെ ഫസ്റ്റ് കേസ് സിറ്റുവേഷൻ എന്താണ്? വഴിയരികെ വീണ ഹൃദയം. അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നില്ല. ഓക്കെ, ശരി സഹോദരാ, ഇത് ഞങ്ങൾക്കെല്ലാം അറിയാം. വാട്ട് ഇസ് എ സൊല്യൂഷൻ? എന്താണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വഴിയരികെ ഇരിക്കുന്ന നമുക്ക് പഠിക്കാൻ പറ്റണില്ല. എന്താ നമ്മൾ സൊല്യൂഷൻ നമ്മുടെ പിള്ളേരോട് പറയുന്നത്? മുറിയിലെങ്ങാനും പോയിരുന്നു പഠിക്കുക അല്ലേ? ചിലപ്പോൾ നമ്മൾ പിള്ളേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ വന്നിരുന്ന് പഠിക്കുകയല്ലേ. പഠിത്തവും നടക്കുകയില്ല, TV-യിൽ എന്താ നടക്കുന്നത്, വീട്ടിലാരാ വരുന്നത്, വീട്ടിലെന്താ ഡിസ്കഷൻ നടക്കുന്നത്, ഇതൊക്കെ കേൾക്കുന്നതല്ലാതെ
കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. മോനെ എന്താ ചെയ്യുക? പോയിരുന്നു മുറിയിലെങ്ങാനും പോയിരുന്നു പഠിക്കണമെന്നാണെങ്കിൽ. റൈറ്റ്? എക്സാക്ട്ലി സെയിം വേ മാത്യു ചാപ്റ്റർ 6:6, 6:6 പ്രാർത്ഥിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നത്. മാത്യു ചാപ്റ്റർ 6:6. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്നു വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. അത് പ്രാർത്ഥനയുടെ കാര്യത്തെക്കുറിച്ചാണ്. പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ദൈവവചനം കേൾക്കാം. അതൊരു കാര്യത്തെക്കുറിച്ചാണ്. പക്ഷേ അതിനകത്തൊരു പ്രിൻസിപ്പിളുണ്ട്. എന്താണ് ആ പ്രിൻസിപ്പിൾ എന്നറിയാമോ? ക്ലോസ് ദ ഷട്ടേഴ്സ് which is opening up to all these places. Close the shutters. നമ്മൾ ഈ പ്രാർത്ഥിച്ച് രഹസ്യത്തിൽ നമ്മുടെ മുറി അടയ്ക്കുമ്പോഴത്തേക്ക് ലോകത്തിൻ്റെ മുമ്പിലുള്ള ആ കവാടം അങ്ങോട്ട് അടയ്ക്കുക. മനസ്സിലായോ? നമ്മളുടെ ഹൃദയം ഈ ലോകത്തിലെ ഓരോ കാര്യങ്ങളും നിറഞ്ഞിരിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ദൈവവചനം കൂടെ കേൾക്കാനായിട്ട് ഒരു ചടങ്ങ് പോലെ ഇരുന്നാൽ ഒരു കാര്യം അണ്ടർസ്റ്റാൻഡിങ് ലെവലിലോട്ട് പോവുകയില്ല. എന്നാൽ ദൈവവചന അണ്ടർസ്റ്റാൻഡിങ് ലെവലിലോട്ട് വ്യത്യാസം വരണമെങ്കിൽ ഈ ലോകത്തിലുള്ള ആ പല ഷട്ടേഴ്സുകളും, മേ ബി ലെറ്റ് us say if your work is bothering you too much, just Lord allow me some time in my day, Lord, I want to sit with you. കുറച്ച് നേരം കർത്താവിൻ്റെ വചനവുമായിട്ട് കർത്താവ് എൻ്റെ ഹൃദയത്തോട് സംസാരിക്കും. സ്റ്റോപ്പ് all the noises around. Lord, speak to my heart. എൻ്റെ ഹൃദയത്തോട് ദൈവമേ സംസാരിക്കണമേ. എന്നാൽ ഈവൻ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ ക്ലട്ടർ ഓഫ് ദ പ്ലേറ്റ്സ്, ദൈവവചനം കേട്ട ബ്രദർ ലോറൻസിനെ കുറിച്ച് നമുക്കറിയാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ലോകത്തിലെ ശബ്ദമല്ല വിഷയം, പക്ഷേ ഇത് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ കയറി വരുമ്പോൾ ഈ ദൈവവചനത്തിന് യാതൊരു രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയില്ല. അത് വരുന്ന ഉടനെ തന്നെ പിശാച് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. ഇവിടുന്ന് മീറ്റിംഗ് വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പേ ഇതെല്ലാം പോവുകയും ചെയ്യും. അവിടെ ദൈവവചനത്തിൽ ആത്മാർത്ഥമായ നമ്മുടെ ഹൃദയത്തിൻ്റെ അതിൻ്റെ സൊല്യൂഷൻ ഇതാണ്: മൂവ് ഔട്ട് ടു എ സോളിറ്റ്യൂഡ് പ്ലേസ് വിത്ത് ഗോഡ്. ദൈവവുമായിട്ടുള്ള ചില ഏകാന്തതയിലോട്ട് കയറി വരേണ്ട വലിയ ആവശ്യമുണ്ട്. ഫസ്റ്റ് ലെവൽ. സെക്കൻഡ്, വാട്ട് ഇസ് ദ സെക്കൻഡ് ടൈപ്പ്? രണ്ടാമത്തെ ടൈപ്പ് എന്താ? സ്റ്റോണി പ്ലേസ്. ആ സ്റ്റോണി പ്ലേസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഭയങ്കര സന്തോഷം. മീറ്റിംഗ് കേൾക്കും, പ്രൈസ് ദ ലോർഡ്, സാക്ഷിയൊക്കെ പറയും. ഇവിടെ സാക്ഷിയൊക്കെ പറയും, അടുത്ത ആഴ്ച ഞാൻ ഇങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ശരിയാട്ടെ. പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടിൽ ചെല്ലുമ്പോഴായിരിക്കും ഒരു വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകുന്നത്. അതോടുകൂടെ എല്ലാം താഴ്ച. ഇതൊന്നും വർക്ക് ചെയ്യത്തില്ല ബ്രദറെ, അല്ലെ ഓഫീസിലൊരു പ്രശ്നമുണ്ട്, വർക്ക് ചെയ്യത്തില്ല ബ്രദറെ എന്ന് പറഞ്ഞു. അവിടെ പറഞ്ഞിരിക്കുന്ന കർത്താവ് ലൂക്കോസ് 8-ാം 13-ാമത്തെ വാക്യത്തിൽ അത് പറഞ്ഞിരിക്കുന്നു: those who hear, when they hear, receive the word with joy, and they have no root, who believe for a while, and in a time of temptation fall away. ടെസ്റ്റ് വരുമ്പോഴത്തേക്കും, and വേറെ സൈഡിൽ പറഞ്ഞിരിക്കുന്നത് in time of persecutions. When it comes to മാത്യുവിൽ പറയുമ്പോൾ ഇങ്ങനെ, verse 21, they have no root in himself but endures only for a while. When tribulation or persecution arises because of the word, immediately they stumbles. അല്പം ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ, ഇച്ചിരി പ്രയാസം വന്നു കഴിഞ്ഞാൽ, ഓക്കെ, കർത്താവായ യേശു ക്രിസ്തു എൻ്റെ പ്രാർത്ഥന കേട്ടില്ല, ഞാൻ അടുത്ത ആഴ്ച മീറ്റിങ്ങിനില്ല, പറയാറുണ്ടോ? ഇല്ലേ? കർത്താവായ യേശു ക്രിസ്തു അന്ന് എന്നോടൊക്കെ വളരെ ഷാർപ്പായിട്ട് ഇടപെട്ടു, ഞാൻ വരുന്നില്ല. അല്ലെങ്കിൽ ഞാൻ ചോദിച്ചൊന്നും എനിക്ക് തന്നില്ല, ഞാൻ അതുകൊണ്ട് ഇനിയും പ്രാർത്ഥിക്കുന്നില്ല, ഞാൻ ദൈവവചനം വായിക്കുന്നില്ല, ദൈവവചനം എന്നോട് ഇടപെടുന്നില്ല, അതുകൊണ്ട് വേണ്ട. വൈ? Little bit of problem in your life. Who taught you that Christian life is life without any persecutions, any issues? നമ്മളിന്ന് വായിച്ചേ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലെ വാക്യം നമ്മൾ 11-12 വേഗം വായിച്ചേ. മാത്യു ചാപ്റ്റർ 5 verse 11 and 12. എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാം തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പീൻ. അപ്പോൾ ഇങ്ങനെ പ്രോബ്ലം ഉണ്ടെന്ന് തന്നെ കർത്താവ് പഠിപ്പിച്ചേ. പക്ഷേ പല സമയത്തും നമ്മൾ മീറ്റിങ്ങിന് വരുമ്പം എന്നോട് പലരും പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്, ബ്രദറെ എന്തിനാ ഈ കഷ്ടവും പ്രയാസവും ഒക്കെ പ്രസംഗിക്കുന്നത്, ദൈവം നിങ്ങളെ സഹായിക്കും. ബ്രദറെ ഞങ്ങൾക്ക് ജീവിതത്തിൽ ഇഷ്ടം പോലെ പ്രോബ്ലം ഉണ്ട്, ഇവിടെ വന്ന് പിന്നെയും പ്രശ്നം കേൾക്കാനാണ്, പിന്നെ എന്തിനാ മീറ്റിങ്ങിന് വരുന്നത്? ഒരു സഹോദരന്മാരിങ്ങനെ പറഞ്ഞു, ബ്രദറെ ഞങ്ങൾ ആവശ്യത്തിന് പ്രശ്നത്തിൽ നിന്ന് വരുന്നത്, വൈകിട്ട് ഇവിടെയും വന്ന് പിന്നെ കർത്താവ് തല്ലും കൊല്ലും വെട്ടും എന്നൊക്കെ പറയുന്നതിനകത്ത് എന്താ അർത്ഥമായിരിക്കുന്നു? പൊന്നു സഹോദരങ്ങളെ, ശിഷ്യന്മാരെ കർത്താവ് ട്രെയിൻ ചെയ്യിപ്പിച്ചപ്പോൾ അവരോട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് പെർസിക്യൂഷനുണ്ട്, നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ നിൽക്കുമ്പോൾ പലരും നിങ്ങളെ ദുഷിക്കും.
കർത്താവിൻ്റെ നാമനിമിത്തം പല കഷ്ടങ്ങൾ നിങ്ങൾ സഹിക്കേണ്ടി വരും. ആരാണ് നിങ്ങളോട് ഈ സുവിശേഷം പറഞ്ഞു തന്നത്? വേർ ഇറ്റ് സേസ് ദാറ്റ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൈപൊക്കി പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിനും വിടുതലാണ്? നോ, ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഹിസ് വിൽ. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഹിസ് വിൽ. അവൻ്റെ ഇഷ്ടം എന്നുള്ളൊരു കാര്യം ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മൾ ക്ലിയറായിട്ട് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പലപ്പോഴും പല കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയുന്ന ഓരോ കാര്യത്തെക്കുറിച്ചും നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കണം. വെൻ വി ഗോ ത്രൂ എ പെർസിക്യൂഷൻ, നമ്മൾ പ്രാർത്ഥിച്ചല്ലോ പെർസിക്യൂഷൻ ഇയേഴ്സ്, 1-2 വർഷമായി ഈ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നമ്മൾ തന്നെ പ്രാർത്ഥിക്കണം. ദൈവം കേൾക്കാഞ്ഞിട്ടാണോ? ദൈവത്തിൻ്റെ ചെവി മന്ദമായി പോയിട്ടാണോ? അല്ല. God knows. നമ്മളുടെ ഏതെങ്കിലും ഒരു കാര്യത്തെക്കാട്ടിൽ ഏറ്റവും അർജൻറ്റായിട്ട് കേൾക്കേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞ പെർസിക്യൂഷൻ കേസസ്. അവിടെയാണ് ഡേയ്സ് ആൻഡ് മന്ത്സ് ആൻഡ് ഇയേഴ്സ് ആയി പോകുന്നു. എന്നിട്ട് കർത്താവ് എന്തേ കേൾക്കാത്ത, കർത്താവ് എന്തേ ചെയ്യാത്ത, കർത്താവിൻ്റെ ചെവി എന്താ മന്ദമായോ? ഇല്ല. സോ ഹൂ ടോട്ട് us that gospel where it says that there is no problem always? സോ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ചിന്തയുണ്ട്, നമ്മുടെ അടുക്കിലോട് കർത്താവിൻ്റെ അടുക്കിലോട് വരുമ്പോഴത്തേക്ക് എല്ലാ കാര്യത്തിലും നോ, അങ്ങനെയല്ല കർത്താവ് പറഞ്ഞ്. പ്രശ്നമുണ്ട്, കഷ്ടമുണ്ട്, എന്നാൽ ധൈര്യപ്പെടുവിൻ, ഞാനതിനെ ജയിച്ചിരിക്കും. ധൈര്യപ്പെടുവിൻ, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനെക്കാട്ടിൽ വലിയവൻ. യു വിൽ ബി ആൻ ഓവർകമർ. ഇതിൻ്റെയൊക്കെ നടുവിലാന്ന് പറഞ്ഞാലും അസംഖ്യമായ പ്രശ്നങ്ങളുണ്ടെങ്കിലും കർത്താവ് നിന്നെ വിടുവിക്കും. ഗോഡ് വിൽ മേക്ക് യു സ്ട്രോങ്. God will help you to stand strong for the Lord. Praise the Lord. That is the gospel which we heard. പക്ഷേ ഇതായിരിക്കത്തില്ല അവർ കേട്ട ഗോസ്പൽ. അവരുടെ ഹൃദയത്തിനകത്തുള്ളിൽ അല്പം പ്രശ്നം വരുമ്പോഴത്തേക്കും, അല്പം ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്കും പിണങ്ങി മാറി. എന്നാ പ്രിയ സാരങ്ങളെ, എന്ത് ടൈപ്പ് ഹാർട്ടാണ് നമുക്കിപ്പോൾ ഉള്ളത്? കേസ് നമ്പർ 2 where it says very stony heart, there is no depth. അല്പം പ്രോബ്ലം വരുമ്പോഴത്തേക്കും റിബല്യൻ, ദൈവത്തോട് റിബല്യൻ നമ്മൾ ചെയ്യല്ലേ, കർത്താവിനോട് പറയല്ലേ അങ്ങനെ. കാരണം കർത്താവ് തങ്കച്ചോര കൊടുത്ത് നമ്മളെ വാങ്ങിയല്ലേ. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് ഞാൻ ആ കാര്യം ഞാൻ പറഞ്ഞു. അപ്പൻ്റെ അടുക്കൽ ആ ഇളയ മോൻ ചെന്നിട്ട് പറയാണ്, കർത്താവേ എൻ്റെ വസ്തുവകയിൽ പകുതി തരണം എന്ന് പറഞ്ഞു പോകുമ്പോൾ അപ്പം കൊടുത്തെന്നൊക്കെ നമ്മൾ വായിക്കുന്നെങ്കിലും ചങ്ക് തകർത്തോണ്ടായിരിക്കും കൊച്ചൻ ഇറങ്ങിപ്പോകുന്നത്. എൻ്റെ വീട്ടിലായിരുന്നു അങ്ങനെ ആയിരുന്നു, നിങ്ങളുടെ വീട്ടിലാണെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളുടെ വീട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ചങ്ക് തകർത്തോണ്ടായിരിക്കും നമ്മുടെ ആ കൊച്ചൻ ഇറങ്ങിപ്പോകുന്നത്. അപ്പം നമ്മൾ നമ്മുടെ അപ്പനോട് എന്ന് പറയാം, കർത്താവേ നീ എനിക്കിത് തന്നില്ല, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ കർത്താവിനോട് കൂട്ടില്ല എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയാക്കുന്നേ. നമ്മുടെ ഹൃദയത്തിൻ്റെ കേസ് ഏതാ? കേസ് നമ്പർ 2. The heart is hardened. There is no depth. When little bit of problem comes, we should say, praise the Lord, God is able to help me in all situations. പൗലോസിന്റെ സ്റ്റേറ്റ്മെന്റ് അതായിരുന്നു. ജയിലിൽ കിടന്നപ്പോഴും ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ഓൾ, അധികത്തിലും അല്പത്തിലും ഒന്നുമില്ലേലും ദൈവം എന്നെ നടത്താൻ ശക്തനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. God is enough. And if He is on my side, I don't care who is not on my side. We have to ensure God is on our side. And that should be the confidence. So അവിടെ നമ്മുടെ സൊല്യൂഷൻ ഇതാണ്. We have to build on faith. കർത്താവായ യേശു ക്രിസ്തു, കർത്താവ് എനിക്ക് വേണ്ടി, കർത്താവെ പ്രശ്നങ്ങൾ വന്നാലും ബുദ്ധിമുട്ട് വന്നാലും ഐ നീഡ് ടു ബി സ്ട്രെങ്തൻഡ് ഇൻ ഫെയ്ത്ത്. കർത്താവെ എൻ്റെ ആ ഒരു സാഹചര്യത്തിൽ ദൈവം മതി എന്ന് സ്ട്രെങ്തൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ മസിലുകളൊക്കെ വീക്കാവുമ്പം അല്ലേ, അപ്പോൾ പറയാം, ഡോക്ടർ പറയാം, മസിലൊക്കെ സ്ട്രെങ്തൻ ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അല്ലേ. അതുപോലെ ഇവിടെ രണ്ടാമത്തെ കേസില്ല. മൂന്നാമത്തെ കേസ് എന്താ? മൂന്നാമത്തെ കേസാണ് നമ്മൾ പലരും പെട്ടിരിക്കുന്ന കേസ്. വായിച്ചാൽ മൂന്നാമത്തെ കേസ്, മുള്ളിനിടയിൽ വീണതോ കേൾക്കുന്നവരെങ്കിലും പോയി ചിന്തകളാലും ധനത്താലും സംസാരഭോഗങ്ങളാലും ഞെരുങ്ങി പൂർണ്ണമായി ഫലം കൊടുക്കാത്തതത്രേ. ഈ ചിന്ത എങ്കിലും ലോകത്തിൻ്റെ ആ വേർഷൻ ഒന്നുകൂടെ വായിച്ചേ. ഉള്ളിനിടയിൽ വീണതോ കേൾക്കുന്നവരെങ്കിലും പോയി ചിന്തകളാലും ധനത്താലും. Let me read in this version. എങ്കിലും ഈ ലോകത്തിൻ്റെ ചിന്തയും ധനത്തിൻ്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലമായി തീരുന്നതാകുന്നു. സോ ഹിയർ 3 problems ആണ്. ഇഫ് യു ലുക്ക് അറ്റ് ഇൻ ദ വേർഷൻ ഇറ്റ്സ് 3 problems ആണ് അവിടെ കുറിച്ച് പറയുന്നത്. ആ 3 problemsലെ ഫസ്റ്റ് പ്രോബ്ലം റിച്ച്നെസ്. പൈസ വരുന്ന ഒരു പ്രോബ്ലം ആണോ? പൈസ വരുന്ന പ്രോബ്ലം ആണോ? പൈസയൊക്കെ നമുക്ക് വേണം, പക്ഷേ
ഒത്തിരി ആയാൽ പ്രശ്നമാണ്. നിങ്ങൾ ഈ ഡിവോഴ്സിനെ കുറിച്ച് സംസാരിക്കുന്ന എവിടെയാണെന്ന് കേട്ടിട്ടുണ്ടോ? ഈ നമ്മുടെ സുവിശേഷത്തിലെ ഡിവോഴ്സിനെ കുറിച്ച് എഴുതുന്നതിന് തൊട്ട് മുമ്പിൽ എന്താ എഴുതിയിരിക്കുന്നറിയോ? പൈസയെക്കുറിച്ചാണ്. ഈ പൈസ കൂടുമ്പോഴാണ് വൈഫ് കൊള്ളത്തില്ല, അല്ലെങ്കിൽ ഹസ്ബൻഡ് കൊള്ളത്തില്ല. നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? കർത്താവും വളരെ പ്രോപ്പറായിട്ടാണ് ഇത് പ്ലേസ് ചെയ്യുന്നത്. എന്നാൽ നെക്ക് ടു നെക്കൊക്കെ ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കർത്താവിനെ വിളിച്ചും സ്തോത്രം പറഞ്ഞൊക്കെ പോവും. എൻ്റെ ഇവിടെ ഉണ്ടല്ലോ എല്ലാവരും അല്ലേ? അപ്പോൾ ഇവിടെ പറയുന്നത് റിച്ച്നെസ് ഈസ് വൺ ഓഫ് ദ ബിഗ് പ്രോബ്ലം. സോ ഹി സേസ് ചിലരുടെ ഹൃദയം, കേസ് നമ്പർ 3 ഈസ് വെരി റിച്ച്. എന്നാൽ തിമോത്തിയോസിനോട് പറയുമ്പോൾ അവരോട് പറയുന്നൊരു കാര്യമുണ്ട്. റിച്ച് പീപ്പിളിനെ നീ പഠിപ്പിക്കുക. എന്ത് പഠിപ്പിക്കണമെന്ന് അറിയാമോ? 1 തിമോത്തി ചാപ്റ്റർ 6, 1 തിമോത്തി 6-ാം അധ്യായം വേഴ്സ് 17, 17-ാമത്തെ വാക്യം, വേഴ്സ് 17. ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നത ഭാവം കൂടാതിരിപ്പാനും. അപ്പം ഈ ലോകത്തിലെ ധനം ഉണ്ടെങ്കിൽ എന്തോ ഉണ്ടാവും? എന്തോ ഉണ്ടാവും? എന്തോ ഉണ്ടാവും? ഉന്നത ഭാവം. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നേ? ഹോട്ടി ഹാർട്ട്, ഐ ഡോണ്ട് കെയർ അല്ലേ? ഐ ഡോണ്ട് കെയർ. ഈവൻ ഇഫ് ഗോഡ് ഡോണ്ട് ഗീവ്, ഐ ഡോണ്ട് കെയർ. വൈ? ബിക്കോസ് മൈ പോക്കറ്റ് ഈസ് ഫുൾ. പണ്ട് ആശുപത്രി പോകാൻ പോലും പൈസ ഇല്ലായിരുന്നു. തമ്പുരാനെ, ആശുപത്രി ഇപ്പോൾ OP ടിക്കറ്റ് എടുക്കാം, പൈസ ഇല്ല, എന്ന് എന്നെ സഹായിച്ചേ പറ്റത്തുള്ളൂ. ഇപ്പോഴോ ഐ ഡോണ്ട് കെയർ അല്ലേ? വാട്ട് എവർ ഐ വാണ്ട് ഐ ക്യാൻ ഡു ഇറ്റ്. കർത്താവിനോട് സംസാരിച്ചൊരു കാര്യമാണ്. ഈസ് ഇറ്റ് സോ? കമാൻഡ് ദോസ് ഹു ആർ റിച്ച് നോട്ട് ടു ബി ഹോട്ടി. ഉന്നത ഭാവം കൂടാതെ ഇരിപ്പാനും. പിന്നെ ഈ ധനത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് നിശ്ചയമില്ല. ഇന്ന് ജോലിയുണ്ട്, ഇന്ന് ആരോഗ്യമുണ്ട്, നിങ്ങൾക്ക് പൈസയുണ്ട്. നാളെ ഈ ധനവും ഒക്കെ നിങ്ങളുടെ കയ്യിൽ കാണുന്ന ഉറപ്പുണ്ടോ? പലരും ലോകത്തിൽ നിന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇറ്റ്സ് ലൈക്ക് എ സൈക്കിൾ. ഇന്ന് നിൻ്റെ കയ്യിലാണെങ്കിൽ നാളെ എൻ്റെ കയ്യിലായിരിക്കും അല്ലേ? അതാണ് ധനം അല്ലേ? നിശ്ചയമില്ലാത്ത ധനത്തിൽ ഡിപ്പെൻഡ് ചെയ്യരുത്. പലപ്പോഴും നമ്മൾ നിശ്ചയമില്ലാത്ത ധനത്തിൽ, അതിനെക്കുറിച്ച് അങ്ങനെ നിശ്ചയമില്ലാത്ത ധനത്തിലല്ല, സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിനെ മഹത്വപ്പെടുത്തണം. കർത്താവെ അനുഭവിപ്പാൻ തന്നു. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ പലപ്പോഴും നമ്മൾ അനുഭവിച്ചു വന്ന കഷ്ടത അറിയത്തില്ല. കുഞ്ഞുങ്ങൾ ഡയറക്റ്റ് വന്നത് ഇച്ചിരൂടെ സമൃദ്ധിയിലാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ആ പ്രയാസം അവർക്ക് അറിയത്തില്ല. അവരെ സംബന്ധിച്ചിടത്തോളം we are from the Light family, you see, and I don't know, right? നമ്മൾ താഴേന്ന് കയറി വന്നെന്ന് കാര്യം മറന്നു പോകരുത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ എലൈറ്റ് ഫാമിലിയിലായിരിക്കുന്നത്. എൻ്റെ പൊന്നു സാറങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം. I'll tell you one thing you want to know the history. There was one time, one suddenly morning, August 2, I think the date. കുവൈറ്റ് വളരെ സമൃദ്ധമായ രാജ്യമായിരുന്നു. എല്ലാം ഉണ്ടായിരുന്നു. നിങ്ങൾ ഷോറൂമിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വണ്ടികളുടെ എല്ലാം താക്കോല് അകത്ത് തന്നെ കിടപ്പുണ്ട്. അതൊന്നും എടുത്ത് മാറ്റി വെക്കേണ്ട പോലും ആവശ്യമില്ല. കാരണം അവിടെ കള്ളങ്ങളും പ്രശ്നങ്ങളും ഒന്നുമില്ലായിരുന്നു. അങ്ങനെയുള്ളൊരു ദിവസം കുവൈറ്റിനുണ്ടായിരുന്നു. ഓഗസ്റ്റ് 2 എന്നുള്ള ദിവസം പിറന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പം അവിടെ ഉണ്ടായിരുന്ന കറൻസിക്ക് വെറും ടിഷ്യൂ പേപ്പറിൻ്റെ വിലയേ ഉള്ളൂ. ടിഷ്യൂ പേപ്പറിൻ്റെ വില. എൻ്റെ വീട്ടിൽ ഓർമ്മ ശരിയാണെങ്കിൽ ഇപ്പോഴും ആ കറൻസി ഇരിപ്പുണ്ട്. ടിഷ്യൂ പേപ്പറിൻ്റെ വിലയേ ഉള്ളൂ. തിന്നാൻ പറ്റുമോ? അതുകൊണ്ട് ആ പേപ്പർ കൊണ്ട് തിന്നാൻ പറ്റുമോ? ഒരിക്കലും ചിന്തിക്കരുത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ പൈസ സ്ഥിരമാണ് എന്നൊരിക്കലും ചിന്തിക്കരുത്. It's temporary. God has given us. God has given us, praise God. And it is for some time. പക്ഷെ അതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. അതൊരു എഫക്റ്റ് ഉണ്ട് നമ്മുടെ ഹൃദയത്തിനും. I don't care. I don't care. God, I don't care. പക്ഷേ അതിലൊക്കെ നിങ്ങൾ പോയി വായിച്ചു നോക്കണം. ഞാൻ കൊടുത്ത പൈസ കൊണ്ടാണ് അവൻ ജാരന്മാർക്ക് വേണ്ടി അവൻ ഓരോ കാര്യം ചെയ്തത്. നിങ്ങളൊക്കെ വായിച്ചു നോക്കണം ഓശയിലൊക്കെ പോയി. അതുപോലെയാണ് ദൈവത്തിൻ്റെ സ്നേഹം. അപ്പൻ്റെ പൈസ കൊണ്ടാണ് ഈ ഇളയപുത്രൻ പോയി ഓരോ കാര്യങ്ങളും ചെയ്തത്, ദൂർത്തടിച്ചത്. അപ്പൻ്റെ പൈസ അല്ല, അത് അവൻ്റെ പൈസയൊന്നുമല്ല, അവൻ കഷ്ടപ്പെട്ട പൈസ അല്ല. അതാണ് നിശ്ചയമില്ലാത്ത ധനം. അതിൻ്റെ പ്രശ്നമാണ് ഈ ഹൃദയത്തെ എന്ത് ചെയ്യുന്നു? ഹോട്ടിയാക്കുന്നു. പിന്നെ മുട്ടയ്ക്ക് മടങ്ങാൻ ഭയങ്കര പ്രയാസമാണ്. മുട്ടൊക്കെ മടങ്ങാൻ ഭയങ്കര പ്രയാസം. പ്രാർത്ഥനയ്ക്കൊക്കെ ഭയങ്കര പ്രയാസം. മീറ്റിങ്ങിന് ബ്രദറെ ടൈമില്ല. നോ ടൈം ഫോർ പ്രേയർ.
ഒരു സഹോദരൻ ഇങ്ങനെ പറയുന്നുണ്ട്, ബ്രദർ നോ ടൈം. ഡോക്ടർ കോൾഡ്, ഡിയർ ബ്രദർ, ദിസ് ഇസ് ഡോക്ടർ കോളിംഗ്, വാട്ട് ഹാപ്പൻ, ദർ ഇസ് സം ഇഷ്യൂ ഇൻ യുവർ എക്സ്റേ. പെട്ടെന്ന് അപ്പോയിൻമെൻറ്റും കഴിഞ്ഞു, ബിസിനസ്സും കഴിഞ്ഞു, കം ടു ദ ഹോസ്പിറ്റൽ, നൗ ഇറ്റ്സ് ടൈം. അത്രയേ ഉള്ളൂ നമ്മുടെ കാര്യങ്ങളെല്ലാം, അല്ലേ? ഞാനീ പറയുന്നതൊക്കെ ശരിയല്ലേ? നമ്മളീ പറയുന്ന വലിയ കാര്യങ്ങളും അപ്പോയിൻമെൻറ്റും കാര്യങ്ങളും ഇതൊക്കെ അത്രയല്ലേ ഉള്ളൂ? ദൈവത്തിന് കൊടുക്കാൻ നമ്മൾ പലപ്പോഴും നമുക്ക് മുട്ടുമടങ്ങാത്തതിൻ്റെ കാരണം വി ആർ റിച്ച് ഇൻ അവർ ഇൻസൈഡ് ഹാർട്ട്. ഇവിടെ പറഞ്ഞിരുന്നു ദാരിദ്ര്യമുള്ള ഹൃദയത്തെക്കുറിച്ച് നമ്മൾ വായിച്ചു. ആ ഹൃദയമുണ്ടെങ്കിൽ എൻ്റെ പൊന്നു കർത്താവേ എന്നോട് സംസാരിക്കണമേ. അവിടെ ഒത്തിരി കാര്യങ്ങൾ നടക്കും, പക്ഷേ ഹോട്ടി റിച്ച്നെസ് ക്യാൻ കോസ് എ ബിഗ് പ്രോബ്ലം ഫോർ us. രണ്ടാമതായിട്ട് അവിടെ എഴുതിയിരിക്കുന്ന പ്രശ്നം ദ കേസ് ഓഫ് ദിസ് വേൾഡ്. ലോകത്തിലെ കാര്യങ്ങൾ. അയ്യോ അത് ചെയ്യണമല്ലോ, അയ്യോ ഇത് ചെയ്യണമല്ലോ, എനിക്ക് കല്യാണം കഴിക്കണം, എനിക്ക് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വീടുണ്ടാക്കണം, എൻ്റെ കൊച്ചുങ്ങളെ പഠിപ്പിക്കണം. കേസ്. നോ ടൈം ഫോർ ഗോഡ്. ഈ ലോകത്തിലെ കെയേഴ്സിന് വേണ്ടി ഓവർ ടൈം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ദൈവത്തിന് വേണ്ടി ചില മിനിറ്റുകൾ മാത്രം ദൈവത്തോട് സംസാരിക്കാൻ സമയം. അങ്ങനെയാണ് കെയേഴ്സ് ഓഫ് ദ വേൾഡ്. അങ്ങനെ ഇരിക്കുന്ന ഹൃദയത്തിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് മൂന്നാമതാക്കുന്നത് ദ പ്ലഷേഴ്സ് ഓഫ് ദ വേൾഡ്. പണ്ടൊരു സഹോദരൻ ഇങ്ങനെ പറയുന്നുണ്ടായി, ഞായറാഴ്ച പണ്ട് കാനഡയിലൊക്കെയുള്ള ചർച്ചസിൽ ആദ്യകാലങ്ങളിൽ നിറഞ്ഞു നിന്ന ചർച്ചസുകളൊക്കെ പിന്നീട് ചർച്ചസിലൊന്നും ആരുമില്ല. ആകെയുള്ളവരാരെന്ന് വെച്ചാൽ PR ഒന്നും കിട്ടാത്തവർ മാത്രമേ ഉള്ളൂ. കിട്ടിയവരൊക്കെയോ അവരൊക്കെ ബീച്ചിൽ പോയേക്കുക, ഞായറാഴ്ച അവധിയല്ല, അവർ ബീച്ചിൽ പോയേക്കുക. റിയാലിറ്റിയായി പറയുന്നത് ഞാൻ ജോക്ക് പറയാമല്ലോ, റിയാലിറ്റി ആയിട്ട് വൈ ഇറ്റ് ഗോട്ട് എ പ്രോബ്ലം. ദിസ് ഇസ് ദ type 3 case heart, where it says that it's have a problem with the pleasure, it has a problem with the case, and it is a problem with the richness. തിമോത്തിയോട് ടെൽ ദം ടു ഗീവ്. വായിച്ചായിട്ട് നിങ്ങൾ ആ വാക്യം ഇഷ്ടമുണ്ടെങ്കിൽ വായിച്ചാൽ അടുത്ത വാക്യം 1 തിമോത്തി chapter 6 verse 18. ആശ വെപ്പാനും നന്മ ചെയ്യുവാനും സൽപ്രവൃത്തികളിൽ സമ്പന്നരായി ദാനശീലരായിരിക്കാൻ, ഔദാര്യമുള്ളവരായിരിക്കാൻ. God has given you for what? എന്തിനു വേണ്ടി നിങ്ങൾക്ക് തന്നേ? മറ്റുള്ളവർക്ക് കൊടുക്കാൻ. Praise the Lord. Hallelujah. ആ ഒരു കോൺസെപ്റ്റിൽ ഉള്ളതില്ലാത്തടത്തോട് കൊടുക്കാനായിട്ടുള്ളൊരു പ്രോമിസ് ഉണ്ട്. പക്ഷേ ആത്മീയ ജീവിതത്തിലെ കാര്യമാണ് ആദ്യം നമ്മൾ വായിച്ചത്. അപ്പം കൊടുക്കാനാ നന്നേ, നീ അവരെ പഠിപ്പിക്കാനായിട്ടാണ് അവരോട് പറഞ്ഞത്. പിന്നെ 19ാമത്തെ വാക്യം, അങ്ങനെ നിങ്ങൾ ചെയ്താൽ സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരുംകാലത്തേക്കുള്ള നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചുകൊള്ളുവാൻ ആജ്ഞാപിക്കുക. വരുംകാലത്തേക്ക്, ദാറ്റ് മീൻസ് ദ ഫിക്സഡ് ഡിപ്പോസിറ്റ്സ് ഔട്ട് ഹിയർ ഇറ്റ്സ് ഓൺലി ടെമ്പററി. ഡു ഫിക്സ് എ ഡിപ്പോസിറ്റ് ഇൻ ഹെവൻ. വരുംകാലത്തേക്ക് നിക്ഷേപിക്കാനായിട്ട് അവരോട് അപേക്ഷിക്കുക എന്നാണോ? ആജ്ഞാപിക്കുക. കമാൻഡ്. ഇറ്റ്സ് എ കമാൻഡ്. ഡു സോ, നോ ഓപ്ഷൻ. പ്രൈസ് ദി ലോർഡ്. അപ്പം type number 1 നമ്മൾ കേട്ടു. type number 2 and type number 3 we read this portion where it says, now how do we fix this problem? ഇങ്ങനെയുള്ള ഹൃദയമുള്ളവരൊക്കെ എന്ത് ചെയ്യണം? തിമോത്തി പറഞ്ഞ പോലെ പൈസ ഉണ്ടോ? എന്ത് ചെയ്യണം? ആരും അനങ്ങുന്നില്ലേ? ഉന്നതഭാവം ഇല്ലാതിരിക്കാതെ ഒന്ന്, പിന്നെ ഔദാര്യമായി കൊടുക്കാൻ, അല്ലേ? ഔദാര്യമായി കൊടുക്കാൻ ശീലിപ്പിക്കുക. അവരെ പറഞ്ഞു കൊടുക്കുക. ഗീവ് ഇറ്റ്. If there is a need in the church, there is a need in the whole kingdom of God or outside the kingdom of God, give it. Because God has given you to give it. പഠിപ്പിക്കുക. Learn it. അല്ലേ? അത് പഠിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്നറിയോ, അവിടെ തന്നെ തിമോത്തിയോസിന് ഒരു വാക്യം പറയുന്നുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ്. 1 തിമോത്തി 6-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം, 6-ാമത്തെ വാക്യം, 6-ന്റെ 6. അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലുതായ ആദായം ആകുന്നത്. എന്താണ് അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് അലംഭാവം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സംതൃപ്തി. അലംഭാവം എന്നുള്ള വേർഡ് കണ്ടെന്റ്മെന്റ്. കറക്റ്റ്. കണ്ടെന്റ്മെന്റ് എന്നുള്ള വേർഡാണ്. കണ്ടെന്റ്മെന്റ്. ഏതൊരു കാര്യത്തിലൊരു സംതൃപ്തി നമ്മുടെ ഹൃദയത്തിൽ വേണം. ഇന്ന് നിങ്ങളുടെ സാലറിയിൽ സംതൃപ്തി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയും 2 പൂജ്യം അപ്പുറത്ത് വന്നാലും നിങ്ങൾക്ക് സംതൃപ്തി ആയിരിക്കില്ല. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ സംതൃപ്തനല്ലെങ്കിൽ,
നാളെ ഇനി എന്തൊക്കെ വന്നാലും നിങ്ങൾ സംതൃപ്തനായിരിക്കും. കർത്താവേ, എൻ്റെ ജ്ഞാനത്തിൽ നീ എൻ്റെ അതിരുകളെ വരച്ച്, അല്ലേ? അങ്ങനെയല്ലേ അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വായിക്കുന്നേ? ആണോ? ഓ, സംശയമുണ്ട്. Let's read those Acts chapter 19. അപ്പോസ്തല പ്രവൃത്തിയിൽ 19-ാമത്തെ അധ്യായത്തിൽ അഥേനയിൽ പ്രസംഗിച്ച പ്രസംഗം, 17-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യം, വേഴ്സ് 26. അവരുടെ നിവാസങ്ങൾക്ക് അതിരുകളും കാലങ്ങളും വച്ചിരിക്കുന്നു. ഞാൻ എവിടെ പാർക്കണം, ഞാൻ എവിടെ ആയിരിക്കണം എന്നൊക്കെ എന്ത് ചെയ്തിരിക്കുന്നു? ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ അതിരുകളും കാലങ്ങളും വെച്ചിരിക്കുന്നു. അപ്പം ഞാൻ എത്ര കാലം പാർക്കണം ഇവിടെ, ഞാൻ എവിടെയായിരിക്കണം എന്നൊക്കെയെല്ലാം കൃത്യമായ കണക്ക് കർത്താവിനുണ്ട്. പ്രൈസ് ദി ലോർഡ്, അല്ലേ? അത് കർത്താവിൻ്റെ ജ്ഞാനത്തിൽ കർത്താവ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം എന്നെ ആ കാര്യത്തിലൊക്കെ എൻ്റെ ജീവിതത്തിൽ സംതൃപ്തി എന്നുള്ളൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ അത് വലിയൊരു ഗോഡ്ലിനെസ്സിൻ്റെ ഒരു വലിയൊരു മുതൽക്കൂട്ടാണ്. സംതൃപ്തി ഇല്ലാത്തൊരു ജീവിതമാണെങ്കിൽ വലിയ പാടാണ്. എപ്പോഴും നമ്മൾ അയൽക്കാരൻ്റെ വീട്ടിലെ കാർപോർച്ചും അയൽക്കാരൻ്റെ വീട്ടിലെ വീടും പിള്ളേരും ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. വലിയ ബുദ്ധിമുട്ടാണ് അങ്ങനെ ജീവിക്കല്ലേ. ഇവിടെ പറയുന്നത് അതാണ് 4-ാമത്തെ. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വി ഹാവ് ടു വർക്ക് ഇറ്റ് ഔട്ട്. വൺ തിങ് യു ഹാവ് ടു ഡു. നമ്മളുടെ ജീവിതത്തിൽ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ജഡത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഈ പണത്തിനോട് സ്നേഹമില്ലാത്ത ആരെങ്കിലും ഒന്ന് കൈവെക്കാവോ? പണത്തിനോട് സ്നേഹമില്ലാത്ത ആരെങ്കിലും? ആരുമില്ലേ? I thought even the kids at least will say, because they are not earning. പണത്തിനോട് എല്ലാവർക്കും പണത്തിനോട് സ്നേഹമുണ്ട്. അതാണ് എന്നിട്ട് യാഥാർത്ഥ്യം. ആൻഡ് ഹൗ ഡു വി ഓവർകം ഇറ്റ്? എങ്ങനെയാണ് നമ്മൾ അതിനകത്ത് ജയിക്കാൻ പോവാ? Do you think that tomorrow onwards God will give you special grace, right? And tomorrow morning and you will change? No. നാളെ തൊട്ട് ഇതുവരെ കൊടുക്കാത്തവരൊക്കെ ഒരു 10 രൂപയൊക്കെ കൊടുത്ത് നോക്ക്. എന്നിട്ട് ദൈവത്തോട് പറ, കർത്താവേ, ഇച്ചിരി ബുദ്ധിമുട്ടായി കൊടുക്കാൻ, പക്ഷേ ദൈവമേ കൃപ തരണേ. പിന്നെയും കർത്താവ് കൃപ തരും. 20 കൊടുക്കാൻ കൃപ തരും. കൊടുക്ക് 20, അത് 30 കൊടുക്കാൻ ദൈവം കൃപ തരും. ദൈവം നിങ്ങൾക്ക് കൊടുക്കാൻ നിങ്ങളുടെ കൈ തരും. I'll tell you my testimony. I've seen in the church brothers who have come with very tight financial situations, and they have had abundance and more. This is testimony. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്കും അല്പം കൊടുക്കാനും തമ്പുരാൻ തരും, വിശ്വസ്തരാണെങ്കിൽ. അത് പ്രസംഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതങ്ങനെയാണ്. കൊരിന്ത്യരോടൊക്കെ നമ്മൾ വായിക്കും അറിയാം. പക്ഷേ ഈ പ്രിൻസിപ്പിൾ നമ്മൾ ഫോളോ ചെയ്യണം. അല്പം 10 രൂപ എടുത്ത് വല്ലപ്പോഴൊക്കെ എടുത്ത് കൊടുത്ത് നമുക്ക് വി നീഡ് ടു പ്രാക്ടീസ് the senses. So that's how we overcome. When our pleasures are taking all of our life, sometimes we say to the pleasures, dear friend, stay there. Now I need to pray. I need to read God's word. I need to sit with the Lord. I need to take time. ചെയ്യണം. ആൻഡ് കെയർസ് ഓഫ് ദ വേൾഡ് എന്നെ തിന്നാനായിട്ട് വരുമ്പം കർത്താവിനോട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളോട് പറഞ്ഞ് 4654-ാമത്തെ മുടി വീണെന്നുള്ളത് തമ്പുരാനറിയാം. അതുകൊണ്ട് നമുക്ക് ഭാരപ്പെടേണ്ട കാര്യമില്ല. കർത്താവ് ബാക്കി കാര്യങ്ങളും നോക്കിക്കൊള്ളും. 3-ാമത്തെ പ്രാവശ്യം എന്തോന്ന് ഇത് കേൾക്കുന്നല്ലേ? കഴിഞ്ഞ ആഴ്ച കേട്ടു, ചൊവ്വാഴ്ച കേട്ടു, പിന്നെയും കേട്ടു, അല്ലേ? ഭാരങ്ങൾ വരുമ്പോൾ കർത്താവിൻ്റെ കാര്യങ്ങളിലോട്ട് ഏൽപ്പിച്ചു കൊടുത്തിട്ട്, ലോർഡ് യു നോ ഇറ്റ് ബെറ്റർ ദാൻ മീ. എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി യു നോ ഇറ്റ് ബെറ്റർ ദാൻ മീ. എൻ്റെ ജോലി നാളെ ഉണ്ടോ ഇല്ലയോ, ഐ ഡോണ്ട് നോ, ബട്ട് ഗോഡ് നോസ്. മൈ ഹെൽത്ത്, ഐ ഡോണ്ട് നോ ഇഫ് ഐ എം ഗോയിങ് ടു ബി ഹെൽത്തി ഓർ നോട്ട് നെക്സ്റ്റ് വീക്ക്, ബട്ട് ഗോഡ് നോസ്. Praise God. We don't know if this place exists next week, but God knows. Praise God. അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് നമ്മൾ പതുക്കെ പഠിക്കുക. Type number 3. And the last one, which says a good ground. നല്ല നിലം. ആ നല്ല നിലത്തും വരുമ്പോഴത്തേക്കും മർക്കോസ് എഴുതിയപ്പോൾ എത്രമാത്രം എഴുതിയുള്ളൂ? അല്ല, അപ്പോസ്തലനായ ലൂക്കോസ് എഴുതിയപ്പോൾ എത്രമാത്രം എഴുതിയുള്ളൂ? 30, 60, 100 ഉണ്ടോ? 8-ാം അധ്യായത്തിലെ 15-ാമത്തെ വാക്യം, 8:15.
നല്ല മണ്ണിലുള്ളതോ വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കുന്നവർ തന്നെ. അതെ, ക്ഷമയോടെ ഫലം കൊടുക്കുന്നവരത്രേ. വേറെ പ്രത്യേകിച്ച് അവിടെ ക്ലാസിഫിക്കേഷൻ ഒന്നും എഴുതിയിട്ടില്ല. 30 60 100 എഴുതിയിട്ടില്ല. പക്ഷെ മർക്കോസും മാത്യു എഴുതിയിട്ടുണ്ട്. ദർ ആർ വേരിയേഷൻസ്. വാട്ട് ഡസ് ദാറ്റ് മീൻ? നല്ല ഹൃദയമാണ്, ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഹൃദയമാണ് ആണെങ്കിൽ പോലും ദ എൻഡ്യൂറിങ് പേഷ്യൻസ് അവിടെ എഴുതിയിരിക്കുന്നത്. ആ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലെ ആ ഒരു ഭാഗം നോക്കി അവിടെ എഴുതിയിരിക്കുന്നു, വിത്ത് എ നോബിൾ ആൻഡ് എ ഗുഡ് ഹാർട്ട് കീപ് ഇറ്റ് ആൻഡ് ബെയർ ഫ്രൂട്ട് വിത്ത് പേഷ്യൻസ്. വായിച്ചാൽ 15-ാമത്തെ വാക്യം, ക്ഷമയോടെ ഫലം കൊടുക്കും. ദർ നീഡ് ടു ബി പേഷ്യൻസ്. പേഷ്യൻസ്, പെർസിവിയറൻസ്, ഓൾ സിമിലർ കാറ്റഗറി, സിനോണിമസ് വേർഡ്സ് അല്ലേ. പേഷ്യൻസ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ക്ഷമ എന്ന അർത്ഥം. അല്ലെങ്കിൽ നമ്മുടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കാൻ ഒരു കർഷകൻ എങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ക്ഷമയോടെ കാത്തിരിക്കുന്നു, റൈറ്റ്? പല കാര്യങ്ങളും നമുക്ക് പെട്ടെന്നല്ല കാര്യങ്ങൾ നടക്കുന്നത്. സോ ഇറ്റ് നീഡ് ടു വർക്ക് ഔട്ട്. അപ്പം ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് വിച്ച് വി ഡു, റൈറ്റ്? അപ്പം ദ ഫോർത്ത് വൺ, അവിടെയും ക്ലാസിഫിക്കേഷൻ പറയാം. അതുകൊണ്ടാണ് വിശ്വാസികൾ പോലും ഒരേപോലെ ഫലം എടുക്കാതെ, ഒരേപോലെ നമ്മളെ വിശ്വാസത്തിലാകത്തില്ല. 30 60 100. നിങ്ങൾക്ക് എത്ര വേണം? നിങ്ങൾക്ക് എത്ര വേണം? 100. പ്രൈസ് ദി ലോർഡ്. ആരാന്നേലും പറഞ്ഞെങ്കിലും ദാറ്റ് ഹോപ്പ് ഈസ് ഗ്രേറ്റ്. വി നീഡ് ടു ഹാവ് ദാറ്റ്. വി നീഡ് ടു ഹാവ് ദാറ്റ്. അറ്റ്ലീസ്റ്റ് എയിം 100. എൻ്റെ വീട്ടിലും സ്കൂളിലൊക്കെ എപ്പോഴും പറയും, എയിം 100, ഹൗ മച്ച് യു വിൽ ഗെറ്റ്? അറ്റ്ലീസ്റ്റ് 50 60 ഡെഫിനറ്റ്ലി നിങ്ങൾ എത്തും, റൈറ്റ്? ഡെഫിനറ്റ്ലി. അപ്പോൾ ദൈവസന്നിധിയിൽ ഉത്സാഹിക്കാൻ പറയാം. ബട്ട് ദർ നീഡ് ടു ബി പേഷ്യൻസ്, എൻഡ്യൂറൻസ്, മീനിങ്സ് വി നീഡ് ടു കം ടു ദ ലോർഡ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ എബ്രാഹിം നമ്മൾ വായിച്ച പോലെ മീറ്റിങ്ങിന് കടന്നു വരുന്നത് ഒരു ദിവസം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉത്സാഹിപ്പിക്കുന്നത് നിർത്തരുത്. ഉത്സാഹിപ്പിക്കണം, അല്ലേ? ഹൃദയം കഠിനമായി പോകാനുള്ള സാധ്യതയുണ്ട്, വല്ലപ്പോഴും ഒഴുകിപ്പോകാനുള്ള സാധ്യതയുണ്ട്. നെഗ്ലക്റ്റിംഗ് ദ സാൽവേഷൻ പോസിബിലിറ്റിയാണ്. അതുകൊണ്ട് ഉത്സാഹിക്കണം. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇതെല്ലാം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പല കാലഘട്ടങ്ങളിൽ ഇതുപോലെ തന്നെ ഈ ഒരു ഹൃദയം തന്നെ പല കാലഘട്ടങ്ങളിൽ പല രീതിയിൽ നമുക്ക് ആയിത്തീരാനായിട്ട് കഴിയും. ചില സമയത്ത് നമ്മൾ കേസ് നമ്പർ 1 ആയിരിക്കും, ചിലപ്പം 2 ആയിരിക്കും, 3 ആയിരിക്കാം. അല്ലാതെ 4 വ്യക്തികളല്ല കേട്ടോ. നമ്മുടെ ഹൃദയത്തിൽ തന്നെ പല അവസ്ഥകളും പല സമയത്തും പല കാലഘട്ടങ്ങളും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആവാം. എന്നാൽ ദൈവസന്നിധിയിൽ കർത്താവിനോട് ദൈവത്തിൻ്റെ വചനം ഞങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തിയിലൊരു വാക്യം നമുക്ക് വായിച്ചാട്ടെ. അപ്പോസ്തല പ്രവൃത്തിയിലെ 7-ാം അധ്യായത്തിൽ സ്റ്റീഫന് സാക്ഷ്യം പറഞ്ഞ ഒടുവിൽ വരുമ്പോഴത്തേക്കും 51-ാമത്തെ വാക്യം, വേഴ്സ് 51, ആക്ട്സ് ചാപ്റ്റർ 7 വേഴ്സ് 51, യു stiff-necked and uncircumcised in heart. പോയിന്റ് ബ്ലാങ്ക് ആയിട്ട് അവരോട് പറയാം. കർത്താവ് അവരോട് പറഞ്ഞു, ഉപമയൊക്കെ പറഞ്ഞു കൊടുത്തേച്ച് പറഞ്ഞു, ഇവനൊന്നും ആയുസ് മനസ്സിലാകുകയില്ല. എന്താ മനസ്സിലാകാത്തതിൻ്റെ കാരണം? കർത്താവിന് മനസ്സിലാക്കി കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണോ? താല്പര്യമില്ലാഞ്ഞിട്ടുണ്ടോ? അല്ല. ധാരാളം പ്രവാചകന്മാർ സംസാരിച്ചപ്പോഴും ധാരാളം പ്രാവശ്യം പറഞ്ഞപ്പോഴും അത് ഏറ്റെടുക്കാൻ മനസ്സില്ലാതായിരുന്നപ്പോൾ കർത്താവ് ഉള്ളതും കൂടെ എടുത്തു കളഞ്ഞു. നമ്മുടെ ഹൃദയത്തോടും ദൈവത്തിൻ്റെ സംസാരം ഇതായിരിക്കും, കർത്താവേ നീ എന്നോട് സംസാരിക്കാൻ നിർത്തരുതേ. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തോട് നിങ്ങളുടെ പ്രാർത്ഥന ഇതാണ്, കർത്താവേ എന്നോട് സംസാരിക്കുന്നത് നിർത്തരുതേ. രഹസ്യത്തിൽ എൻ്റെ ഹൃദയത്തോട് സംസാരിക്കണേ. എനിക്ക് നിൻ്റെ ശബ്ദം കേൾക്കണം. എൻ്റെ ആടുകൾ നിൻ്റെ ശബ്ദം കേൾക്കുന്നു എന്നുള്ള ദൈവത്തിൻ്റെ പ്രോമിസ് ആണെങ്കിൽ എനിക്ക് നിൻ്റെ ശബ്ദം കേൾക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, കർത്താവെ ഞാൻ വഴിതെറ്റുന്നെങ്കിൽ എന്നെ അടിക്കുവാൻ മടിക്കരുതേ. കർത്താവെ ബാലശിക്ഷ കഴിക്കാൻ മടിക്കരുത്. കാരണം കർത്താവെ നിത്യതയിൽ ഞാൻ തെറ്റിപ്പോകാൻ ഒരിക്കലും ഇടയാകില്ല. യെസ് ലോർഡ്. കർത്താവിൻ്റെ കൂടെ ചേർന്ന് നടക്കാൻ, കർത്താവിൻ്റെ ശാസന കേൾക്കുമ്പോൾ പത്രോസ് പറഞ്ഞതുപോലെ ആ ഒരു നോട്ടം നോക്കുമ്പോൾ പത്രോസ് പുറത്തുപോയി കരഞ്ഞു. അതുപോലെ ദൈവത്തിൻ്റെ ആ ഒരു നോട്ടം കാണുമ്പോൾ കർത്താവെ തെറ്റി ക്ഷമിക്കണം. ഹല്ലേലൂയ. നമുക്ക് ദൈവസേന നമ്മുടെ ഹൃദയത്തിൽ സ്റ്റെഫാനോസ് ഇതവരോട് പറയുമ്പോൾ അവർ പല്ല് കടിച്ചു. അടുത്ത വാക്യം, വേഴ്സ് 52. പ്രവാചകന്മാരിൽ
എവനെ നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാതിരുന്നിട്ടുള്ളൂ. നീതിമാനായവൻ്റെ വരവിനെക്കുറിച്ച് മുൻ അറിയിച്ചവരെ അവർ കൊന്നുകളഞ്ഞു. Praise God. താഴോട്ട് വായിച്ചോട്ടെ. അവന് നിങ്ങൾ ഇപ്പോൾ ദ്രോഹികളും കുലപാതകന്മാരുമായി തീർന്നു. നിങ്ങൾ ദൈവദൂതന്മാരുടെ നിയോഗങ്ങളാൽ ന്യായപ്രമാണം പ്രാപിച്ചു എങ്കിലും അത് പ്രമാണിച്ചിട്ടില്ല. ഇതു കേട്ടപ്പോൾ അവർ കോപപരവശരായി അവൻ്റെ നേരെ പല്ലുകടിച്ചു. Praise God. നമ്മൾ ദൈവസന്നിധിയിലുള്ള നമ്മുടെ റെസ്പോൺസ്, ഇറ്റ്സ് അപ് ടു us. It's up to us how we want to respond to God. Praise God. When അപ്പോസ്തലനായ യോഹന്നാൻ കർത്താവിൻ്റെ ശബ്ദം കേട്ടപ്പോൾ അവയ്ക്ക് ഭയങ്കര ഒരു പെരുമ്പരയുടെ ശബ്ദമായിട്ട് കേട്ടു. അങ്ങനെയാണെങ്കിൽ നമുക്കും ആ ഓപ്ഷനുണ്ട്, ടു ബി സെൻസിറ്റീവ് ഓർ നോട്ട് ടു ബി സെൻസിറ്റീവ്. ഹൗ വി വോണ്ട് ടു കീപ്പ് അവർ ഹാർട്ട് ഇൻ ഫ്രണ്ട് ഓഫ് ദ ലോർഡ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ വളരെ സെൻസിറ്റീവ് ആകാനും എവിടെയെങ്കിലും നമുക്ക് തട്ടുകേട് പറ്റുമ്പോൾ ആത്മാർത്ഥമായ ദൈവസന്നിധി കടന്നു വന്ന് മടങ്ങി വന്ന് കർത്താവെ എന്നെ സഹായിക്കണം. ആൻഡ് ദ ലോർഡ് വിൽ ഹെൽപ്പ്. ദ ലോർഡ് ഈസ് കീൻ ടു ഹെൽപ്പ്. ദൈവം നമ്മളെ സഹായിക്കും, ദൈവം നമ്മളെ ബലപ്പെടുത്തും. പക്ഷേ only thing, don't fool around with him. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.